എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT സിലബസിലെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ആവുന്ന ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ പല സ്റ്റുഡൻസും സ്കിപ്പ് ചെയ്യാറുണ്ട്, കാരണം മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് അവർ ഇതിനെ സ്കിപ്പ് ചെയ്തിട്ട് മറ്റുള്ള ചാപ്റ്റേഴ്സിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. കാരണം നിങ്ങൾ +1 +2 പഠിക്കുമ്പോൾ അവിടെ മാത്സ് സബ്ജക്റ്റിൽ കൂടുതലും ട്രിഗ്നോമെട്രി ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് കൂടുതലുള്ളത്. ഉദാഹരണത്തിന് ലിമിറ്റ്സ്, ഡെറിവേറ്റീവ്സ്, പിന്നെ ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതെല്ലാം തന്നെ എന്താണ് ഈ നമ്മുടെ ട്രിഗ്നോമെട്രി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ട്രിഗ്നോമെട്രി എന്ന ഈ ചാപ്റ്റർ, ഈ ബേസ് ചാപ്റ്റർ നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രയാസപ്പെടേണ്ടി വരും. ഇതിന്റെ ബേസ് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടാണ് ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ എളുപ്പമാണ്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെടുത്താൽ നിങ്ങൾക്ക് എളുപ്പം ഇതിലുള്ള ഈ ട്രിഗ്നോമെട്രി എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. ആദ്യം ഞാനൊരു 90 ഡിഗ്രി ട്രയാങ്കിൾ വരയ്ക്കാൻ പോവുകയാണ്. ഇതാണ് 90 ഡിഗ്രി ട്രയാങ്കിൾ. ഇതാണ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം, 90 ആയിരിക്കണം. ഇതിന് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ ഇങ്ങനെയാണ്. 90 ഡിഗ്രി ആണെന്ന് കൊടുക്കാൻ ഇതാണ് സിമ്പൽ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ട്രയാങ്കിളിനെ നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്നാണ് വിളിക്കുന്നത്. 90 ഡിഗ്രി ആംഗിളുള്ള ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന് ഞാൻ പേര് കൊടുക്കുന്നു ABC. ABയുടെ നീളം ഞാൻ 4 സെന്റിമീറ്റർ ആണ് എടുത്തത്. ACയുടെ നീളം 3 സെന്റിമീറ്റർ ആൻഡ് BCയുടെ നീളം 5 സെന്റിമീറ്റർ. ഓക്കെ, അപ്പം ഒരു ട്രയാങ്കിൾ ആയി കഴിഞ്ഞു. ഞാൻ ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡ്, ഈ ഒരു വശത്തിനെ ഞാൻ ഹൈഡ് ചെയ്യണം. എനിക്കറിയില്ല ആ സൈഡിന്റെ നീളം എത്രയാണെന്നുള്ളത്. അപ്പൊ രണ്ട് സൈഡിന്റെ മെഷർമെന്റ് അറിയാം, മൂന്നാമത്തെ സൈഡിന്റെ മെഷർമെന്റ് അറിയില്ല. നമുക്ക് വേണമെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്യാം. സ്കെയിൽ യൂസ് ചെയ്യാതെ പ്രോബ്ലമാറ്റിക്കായിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പൈതഗോറസ് തിയറം. ഓക്കെ, പൈതഗോറസ് തിയറം എന്താണ് പറയുന്നത്? ഏതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെയും രണ്ട് സൈഡ് അറിയാമെങ്കിൽ, ഏതെങ്കിലും രണ്ട് സൈഡ് അറിയാമെങ്കിൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി ഒരു ഫോർമുലാസ് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്ത് നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു ട്രയാങ്കിൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്നെങ്കിൽ നമ്മുടെ പാദമല്ല ബേസ് എന്ന് പറയുന്നത്, കാൽഭാഗം. അതുപോലെ ഈ ട്രയാങ്കിളിന്റെ ഈ ഭാഗത്തിനെയാണ്, അതായത് ട്രയാങ്കിൾ നിൽക്കുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ ബേസ് എന്ന് വിളിക്കുന്നത്. ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ 90 ഡിഗ്രിയുടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ സൈഡിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ്. ഇനി ഒരു ട്രയാങ്കിളിലെ ഏറ്റവും നീളം കൂടിയ ഒരു സൈഡ് ഉണ്ടായിരിക്കും. ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ഏറ്റവും നീളം കൂടിയ സൈഡ് ഉണ്ടായിരിക്കും. ആ നീളം കൂടിയ സൈഡിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടേനസ്. അതായത് ഈ സൈഡിനും ഈ സൈഡിനെയും കാട്ടി വലുതായിരിക്കും ഈ സൈഡ്. ആ സൈഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിലായിരിക്കും. ശ്രദ്ധിച്ചോണം, 90 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ആയിരിക്കും എപ്പോഴും ഹൈപ്പോട്ടേനസ്. അതായിരിക്കും ഏറ്റവും നീളം കൂടിയ സൈഡ്. അപ്പൊ ഈ സൈഡിന് ഞാൻ പേര് കൊടുക്കുന്ന ഹൈപ്പോട്ടേനസ്. ഓക്കെ, അപ്പൊ ഞാൻ ഹൈപ്പോട്ടേനസ് എന്ന് പേര് കൊടുത്തു. ഇനി ഞാൻ ഇതിന് ഷോർട്ടായിട്ട് ബേസിന് ക്യാപിറ്റൽ B, ഓൾട്ടിറ്റ്യൂഡിന് ക്യാപിറ്റൽ A, ഹൈപ്പോട്ടേനസിന് ക്യാപിറ്റൽ H ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പൈതഗോറസ് തിയറം ഫോർമുല യൂസ് ചെയ്യാം. നമുക്ക് അറിഞ്ഞൂടാത്തത് ഈ ഹൈപ്പോട്ടേനസ് ആണ്, അല്ലെ? അതാണ് ഹൈഡ് ആയിരിക്കണം. അറിയാവുന്നത് ബേസും ഓൾട്ടിറ്റ്യൂഡും. അപ്പൊ ഹൈപ്പോട്ടേനസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ഫോർമുല? ഹൈപ്പോട്ടേനസ് സ്ക്വയർ, ഞാൻ ഇവിടെ ഷോർട്ടായിട്ട് H സ്ക്വയർ എന്ന് എഴുതാം. ഹൈപ്പോട്ടേനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ബേസും ഓൾട്ടിറ്റ്യൂഡിനെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ബേസ് എന്ന് പറയുന്നത് ബാക്കി രണ്ട് ചെറിയ വശങ്ങൾ, ചെറിയ സൈഡുകളെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് എടുക്കണം. കാരണം നമുക്ക് എന്താണ് H ആണ് അറിയേണ്ടത്. H എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടേനസ്. ഹൈപ്പോട്ടേനസ് ആണ് അറിയേണ്ടത്. അപ്പൊ ഹൈപ്പോട്ടേനസ് സ്ക്വയറിന്റെ ആവശ്യമില്ല. ഈ സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? റൂട്ട് ആവും. അതായത് S സ്ക്വയർ ഇസിക്കൽ ടു A എന്നാണെങ്കിൽ X ഇസിക്കൽ ടു ഈ സ്ക്വയർ ഇന്ന് വരുമ്പോൾ എന്താവും? റൂട്ട് ആവും. റൂട്ട് A. ഈ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ റൂട്ടായി മാറും. ഓക്കെ, അത് മറന്നു പോയത്. സ്ക്വയർ എപ്പോഴും ഈക്വാലിറ്റിയുടെ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ടായി മാറും.
അപ്പൊ എച്ച് സ്ക്വയറിന്റെ ഈ സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ റൂട്ടായി മാറും. അപ്പൊ ഹൈപ്പോട്ടൈനസ് ഇസിക്കൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഹൈപ്പോട്ടൈനസ് ഇസിക്കൽ ടു റൂട്ട് ഓഫ് ബേസ് എത്രയാണ്? 4ന്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 3യുടെ സ്ക്വയർ ഇസിക്കൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ. എങ്ങനെയാണ് 4 സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത്? 4ന് 4 കൊണ്ട് ഇൻറ്റു ചെയ്യും, 2 വട്ടം 2 എന്നുള്ളത്. ഇനി ഇത് 3 ആണെങ്കിൽ വീണ്ടും ഒരു 4 വരും. ഓക്കെ, ഇത് 2 ആയതുകൊണ്ട് 4 2 ടൈംസ് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16. അപ്പോൾ 16. ഇനി പ്ലസ്, ഇനി 3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 3 ഇൻറ്റു 3 എന്നാണ്. അപ്പൊ എത്ര? 9. ഓക്കെ, h ഇസിക്കൽ ടു റൂട്ട് 16ഉം 9ഉം കൂടെ ആഡ് ചെയ്താൽ 25 കിട്ടും, ഇസിക്കൽ ടു 25. അതായത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയറിന്റെ ആൻസർ എക്സ് ആണ്. അതായത് ഏതിന്റെയും സ്ക്വയർ റൂട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ അതിന്റെ ബേസ് വാല്യൂയിലോട്ട് പോകും. പെർഫെക്റ്റ് സ്ക്വയറിൽ നിന്ന് അതിന്റെ ബേസ് വാല്യൂയിലോട്ട് പോകും. അപ്പൊ 25 എന്ന് പറയുമ്പോൾ ഏതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്? 5 ഇൻറ്റു 5 ആണ് 25. അതായത് 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പൊ റൂട്ട് 25 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ആൻസർ 5. 5 ഇൻറ്റു 5 അല്ലേ 25. അപ്പം 5 ഈസ് ദ ആൻസർ. നമ്മൾ നേരത്തെ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചായിരുന്നു. 5 ആണ് നേരത്തെ കിട്ടിയിരുന്നത് ഇവിടുത്തെ മെഷർമെന്റ്. അത് തന്നെ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്തപ്പോഴും കിട്ടിയത്. ഇനി ഞാൻ ഈ ബേസിനെ ഹൈഡ് ചെയ്യാൻ പോവാണ്. അതായത് 4 സെന്റിമീറ്റർ ആണ് ഞാൻ അതിനെ ഹൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് അറിയാവൂ? ആൾട്ടിറ്റ്യൂഡ് 3 സെന്റിമീറ്റർ ആണെന്ന് അറിയാം, ഹൈപ്പോട്ടനസ് 5 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ബേസ് അറിഞ്ഞുകൂടാ, നമുക്ക് ഈ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ബേസ് നേരത്തെ കിടന്ന 4 സെന്റിമീറ്റർ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്കറിയാം ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമുക്ക് അറിയേണ്ടത് ബേസ് ആണ്, ഇവിടെ ഉള്ളതാണ് അറിയേണ്ടത്. അപ്പൊ ബേസ് സ്ക്വയർ അറിയണം. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് എന്ത് ചെയ്യാം? ഇപ്പുറത്ത് കൊണ്ടുവരണം അല്ലെ? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയറിനെ ഈക്വൽറ്റിന്റെ ഇപ്പുറത്ത് കൊണ്ടുവരണം. ഇത് പ്ലസ് ആണ്, ഇനി വരുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പൊ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈ പ്ലസ് എ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് എ സ്ക്വയർ ആവും. ഇസിക്കൽ ടു ഇനി ഇവിടെ ആരേ ഉള്ളൂ? ഈ ബി സ്ക്വയർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, എ സ്ക്വയർ ഇങ്ങ് പോയി, ഇനി ആരേ ഉള്ളൂ? ബി സ്ക്വയർ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിനെ ഇവിടോട്ടൊന്ന് എഴുതാണ്. ബേസ് സ്ക്വയർ ഇസിക്കൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമുക്കറിയേണ്ടത് ബേസ് ആണ്, ബേസ് സ്ക്വയർ വേണ്ട. അപ്പൊ ഈ സ്ക്വയർ ഇങ്ങ് വരുമ്പോൾ എന്താവും? റൂട്ട് ആവും. റൂട്ട് ഓഫ് ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതാണ് ബേസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട്. അപ്പൊ ബി ഇസിക്കൽ ടു എന്താവും? റൂട്ട് ഓഫ് എച്ച് എത്രയാണ്? 5 അല്ലെ? 5ന്റെ സ്ക്വയർ മൈനസ് എ എന്ന് പറയുന്നത് എത്ര? 3യുടെ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് 3യുടെ സ്ക്വയർ 9. റൂട്ട് ഓഫ് 25 9 പോയാൽ 60 എന്ന് പറയുന്നത് എന്താണ്? 4ന്റെ സ്ക്വയർ ആണ് അല്ലെ? 4 ഇൻറ്റു 4 ആണ് 16 എന്ന് പറയുന്നത്. അപ്പൊ ഈസിക്കൽ ടു 4 സ്ക്വയർ ആണ് 60. ആൻസർ ഈസ് 4. 16ന്റെ റൂട്ട് എത്രയാണ്? 4. നമ്മൾ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചത് 4 സെന്റിമീറ്റർ ആണ്. അത് പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ ചെയ്തപ്പോഴും നമുക്ക് കിട്ടി 4 സെന്റിമീറ്റർ ആണ്. സോ നമുക്ക് അത് ഇവിടെ എഴുതി കൊടുക്കാം, 4 സെന്റിമീറ്റർ. അപ്പൊ ബേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കണം എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആൾട്ടിറ്റ്യൂഡിനെ ഹൈഡ് ചെയ്ത് വെക്കാം. ഞാൻ ഈ ആൾട്ടിറ്റ്യൂഡിനെ ഹൈഡ് ചെയ്യാണ്. ആൾട്ടിറ്റ്യൂഡിനെ ഹൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? നമുക്കറിയാവുന്നത് ഹൈപ്പോട്ടനസും ബേസും അല്ലെ? 5ഉം 4ഉം അറിയാം. ഈ ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. നമുക്ക് ഫോർമുല നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. എച്ച് സ്ക്വയർ ഇസിക്കൽ ടു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ നമുക്ക് എ സ്ക്വയർ ആണ് അറിയേണ്ടത് അല്ലെ? ഈ ആൾട്ടിറ്റ്യൂഡ് ആണ് അറിയേണ്ടത്. അപ്പൊ ബേസ് സ്ക്വയർ ഇപ്പുറത്ത് പോയി. അപ്പൊ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇത് പോസിറ്റീവ് ആണ്, കണ്ടോ? ഇത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഈക്വൽറ്റിന് ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് ആയി മാറും. ഇസിക്കൽ ടു പിന്നെ ആരേ ഉള്ളൂ? എ സ്ക്വയർ. ഈ ബി സ്ക്വയർ ഇപ്പുറത്ത് വന്നു. ഇനി ഇസിക്കൽ ടു ഈ എ സ്ക്വയർ മാത്രം. അപ്പോൾ ഞാൻ ഇതിനെ ഒന്നുകൂടെ ഇവിടോട്ട് എഴുതാം. എ സ്ക്വയർ ഇസിക്കൽ ടു എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് ഇപ്പുറത്ത് എഴുതി.
എന്നാൽ നമുക്ക് ഇവിടെ അറിയേണ്ടത് ആൾട്ടിറ്റ്യൂഡ് ആണ്. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അറിയേണ്ട, ആൾട്ടിറ്റ്യൂഡ് അറിഞ്ഞാൽ മതി. അപ്പൊ ഈ സ്ക്വയർ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. ഇപ്പുറത്ത് വരുമ്പോൾ അത് റൂട്ട് ആവും. സ്ക്വയർ ഇപ്പുറത്ത് വന്നു, റൂട്ടായി മാറി. ആൾട്ടിറ്റ്യൂഡ് ഇസിക്കൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ. ഹൈപ്പോട്ടൈനസിന്റെ സ്ക്വയർ, അപ്പൊ 5 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ബി എന്ന് പറയുന്നത് ബേസ് 4 സ്ക്വയർ. 5 സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്തു. 25 മൈനസ് 4 സ്ക്വയർ 16. 25 16 പോയ 9 ആണ് ആൻസർ. 9 എന്ന് പറയുന്നത് ആരുടെ സ്ക്വയർ ആണ്? 3യുടെ സ്ക്വയർ ആണ് അല്ലെ? 3യുടെ സ്ക്വയർ ആണ് 9. അപ്പൊ റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ 3 ആണ്, 3 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു, അത് 3 സെന്റിമീറ്റർ ആണെന്ന്. ഇപ്പൊ പൈതഗോറസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിച്ച് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് ട്രയാങ്കിളിന്റെ ഓരോ സൈഡും, റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിളിന്റെ ഓരോ സൈഡും കണ്ടുപിടിക്കുന്നത്. അപ്പൊ പക്ഷെ നമുക്ക് അതിന് 2 സൈഡ് വേണ്ടി വരും. ഹൈപ്പോട്ടൈനസ് അറിയണമെങ്കിൽ ബേസ് ആൾട്ടിറ്റ്യൂഡ് അറിഞ്ഞിരിക്കണം. ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഹൈപ്പോട്ടൈനസ് ആൾട്ടിറ്റ്യൂഡ് അറിഞ്ഞിരിക്കണം. ആൾട്ടിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഹൈപ്പോട്ടൈനസും ബേസും അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് 2 എണ്ണം അറിയാമെങ്കിൽ മാത്രമേ ഈ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയം നമുക്ക് 2 അറിയില്ല. ഇപ്പൊ ഏതെങ്കിലും 2 വശങ്ങൾ അറിയില്ല, ഇപ്പൊ ഇതും അറിയില്ല, ഇതും അറിയില്ല, ഒരേ ഒരു സൈഡ് മാത്രമേ അറിയാവൂ. അപ്പൊ ഒരു ട്രയാങ്കിൾ ഒരു സൈഡ് മാത്രം അറിഞ്ഞാലും നമുക്ക് മറ്റു 2 സൈഡുകളും വശങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൽ നമുക്ക് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം ട്രിഗ്നോമെട്രിക് റിലേഷൻ വെച്ചിട്ട് ഇതിനൊരു ആംഗിൾ ഉണ്ടായിരിക്കും, ഇതിനൊരു ആംഗിൾ ഉണ്ടായിരിക്കും അല്ലെ? ഏതൊരു ട്രയാങ്കിളിനും 3 ആംഗിളും 3 സൈഡും ഉണ്ടായിരിക്കും. അപ്പൊ ആ 3 ആംഗിളില് ഈ ആംഗിളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ട്രിഗ്നോമെട്രിക് റിലേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഈ വശത്തിന്റെ നീളം എത്ര, ഇതിന്റെ നീളം എത്ര എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെയാണ് ട്രിഗ്നോമെട്രിയുടെ ഉപയോഗം. അപ്പൊ എന്താണ് ഈ ട്രിഗ്നോമെട്രി എന്നുള്ളതിന്റെ ഒരു ബേസ് മനസ്സിലായല്ലോ. എന്തിനാണ് ട്രിഗ്നോമെട്രി യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആ ട്രിഗ്നോമെട്രി എങ്ങനെയാണ് ട്രയാങ്കിളിൽ അപ്ലൈ ചെയ്യുന്നത്, അതിന്റെ റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ട്രിഗ്നോമെട്രിയിലേക്ക് കടക്കാം. ട്രിഗ്നോമെട്രി കൂടുതലും ബേസ് ചെയ്തിരിക്കുന്നത് 90 ഡിഗ്രി ട്രയാങ്കിൾസിലാണ്. നമുക്ക് 90 ഡിഗ്രി ട്രയാങ്കിൾസ് ആദ്യം വരയ്ക്കാം. ഞാൻ വരച്ചു 90 ഡിഗ്രി ട്രയാങ്കിൾ. 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കും. പേര് കൊടുത്തു എ ബി സി. ഓക്കെ. ഈ 90 ഡിഗ്രി ട്രയാങ്കിളിലെ 90 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് സൈഡ് കിടക്കുന്ന ഈ വലിയ സൈഡിനാണ് ഹൈപ്പോട്ടൈനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹൈപ്പോട്ടൈനസ്. ഇനി നമ്മൾ ഈ റേഷ്യോയിലോട്ട് പോകാൻ പോയാണ്. ഞാൻ ഇതിനൊരു ആംഗിൾ എടുക്കുകയാണ്. ഇതാണ് ആംഗിൾ. ഓക്കെ, 3 ആംഗിൾ ഉണ്ട്, 90 ഡിഗ്രി, പിന്നെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഞാൻ ഈ ഒരു ആംഗിൾ മാത്രമാണ് എടുക്കുന്നത്. ആംഗിളിന്റെ പേരാണ് ആംഗിൾ സി അല്ലെ? ഈ ഒരു ആംഗിളിനെ വിളിക്കുന്ന പേര്, ഇത് സിയിലുള്ള ആംഗിൾ, സിയിൽ വരുന്ന ഈ കോർണർ ആയതുകൊണ്ട് ദിസ് ആംഗിൾ നെയിം ഈസ് ആംഗിൾ സി. ഇനി അപ്പൊ ഈ ആംഗിൾ സിയില് നമുക്ക് വശങ്ങളുടെ റേഷ്യോ എടുക്കാം. വശങ്ങളെ എല്ലാം ഹൈപ്പോട്ടൈനസ് വെച്ചിട്ടാണ് നമ്മൾ റേഷ്യോ തിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സൈഡ് എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ? നേരെ എതിരെ കിടക്കുന്നില്ല, ഇതിന്റെ ഓപ്പോസിറ്റിലായിട്ട് കിടക്കുന്നതാണ് ഈ എ ബി. അപ്പൊ ഈ സൈഡിന് കൊടുക്കുന്ന പേരാണ് ഓപ്പോസിറ്റ് സൈഡ്. ഈ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ്. ഇത് ആംഗിൾ സിയുടെ ഹൈപ്പോട്ടൈനസ്. ഇത് ഈ ട്രയാങ്കിളിന്റെ മൊത്തത്തിലുള്ള ഹൈപ്പോട്ടൈനസ് ആണ്. ഇനി ഈ ഒരു സൈഡ് ഉണ്ട്, ഈ ഒരു ലൈൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഈ ആംഗിൾ സിയുടെ അടുത്ത് കിടക്കുന്ന ലൈൻ. അതായത് ഈ ലൈന് ഓപ്പോസിറ്റിലാണെങ്കിൽ ഇത് അതിനോട് ചേർന്ന് കിടക്കുന്ന, അഡ്ജസെന്റ് ആയിട്ട് കിടക്കുന്നത്, അടുത്ത് കിടക്കുന്ന ലൈൻ ആയതുകൊണ്ട് ഈ സൈഡിനെ വിളിക്കുന്ന പേരാണ് അഡ്ജസെന്റ് സൈഡ് ഓഫ് ആംഗിൾ സി. അപ്പൊ എന്താണ് ഈ സൈഡിനെ വിളിക്കുന്ന പേര്? അഡ്ജസെന്റ് സൈഡ് ഓഫ് ആംഗിൾ സി. ഓക്കെ, ഞാനൊരു 90 ഡിഗ്രി ട്രയാങ്കിൾ വരച്ചു, അതിലൊരു ആംഗിൾ ഇട്ടു, ആംഗിൾ സിയിൽ അവിടെ ഇട്ടതുകൊണ്ട് ആംഗിൾ സി എടുത്തു. ഇനി ഞാൻ ഇവിടെയാണ് ആംഗിൾ ഇടുന്നതെങ്കിൽ അത് ബി ആംഗിൾ ആവും. ഇവിടുത്തെ ആംഗിൾ എടുത്തതുകൊണ്ട് അത് ആംഗിൾ സി ആണ്. ആ ആംഗിൾ സിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ എ ബി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി. ആ സിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ സൈഡിന് അഡ്ജസെന്റ് സൈഡ് ഓഫ് ആംഗിൾ സി എന്ന് എടുത്തു.
അപ്പൊ ഈ ട്രയാങ്കിളിന് റേഷ്യോ ഉണ്ട്, സൈൻ എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ എങ്ങനെയാണ് വരുന്നത്? ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റേഷ്യോ ആണ് സൈൻ റേഷ്യോ. ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൈനസ്. ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ മെഷർമെന്റിനെ ഹൈപ്പോട്ടൈനസിന്റെ മെഷർമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ കിട്ടുന്ന റേഷ്യോ ആണ് സൈൻ റേഷ്യോ എന്ന് വിളിക്കണം. സൈൻ, SINE. ഇതിന് നമ്മൾ ചുരുക്കി SIN എന്ന് ഷോർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ സൈൻ വാല്യൂ എന്താണെന്ന് മനസ്സിലായല്ലോ. സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൈനസ്. ഇനി ഞാൻ ഈ അഡ്ജസന്റ് സൈഡിനെ ഹൈപ്പോട്ടൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൈനസ്. ഈ അഡ്ജസന്റ് സൈഡിനെ ഈ ഹൈപ്പോട്ടൈനസിന്റെ സൈഡിന്റെ നീളം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആ റേഷ്യോ, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, നമ്പർ ഉണ്ട്, ഇതിനൊരു നമ്പർ ഉണ്ട്, ആ കിട്ടുന്ന ആ റേഷ്യോ വിളിക്കുന്ന പേരാണ് കൊസൈൻ. ഇതിനെ നമ്മൾ ചുരുക്കി കോസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സൈൻ, കോസ്, ഇങ്ങനെ ഈ രണ്ട് റേഷ്യോകളാണ് ബേസ് ആയിട്ടുള്ളത്. ഓക്കെ, ഒന്ന് വന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഹൈപ്പോട്ടൈനസ്, ഒന്ന് വന്നിട്ട് അഡ്ജസന്റ് സൈഡ് ഓഫ് ഹൈപ്പോട്ടൈനസ്. അപ്പൊ സൈനും കോസും മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഇതിനെ കുറച്ചുകൂടെ ഷോർട്ടാക്കി മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം. ഓക്കെ, സൈൻ ഓഫ് ആംഗിൾ സി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൈനസ്, കോസ് ഓഫ് ആംഗിൾ സി അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൈനസ് എന്ന് കിട്ടിയത്. ഇനി അടുത്തത് നമുക്ക് ഈ ഹൈപ്പോട്ടൈനസിനെ ഒഴിവാക്കിയിട്ട് ഈ രണ്ട് സൈഡിനെ വെച്ചുകൊണ്ട് ഒരു റേഷ്യോ ഉണ്ട്. അതായത് ഈ ഓപ്പോസിറ്റ് സൈഡിന്റെ നീളത്തിനെയും ഈ ABയെയും ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡിന്റെ നീളം, അതായത് ACയെയും കൂടെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് ടാൻ എന്ന് പറയുന്ന പുതിയൊരു റേഷ്യോ. ടാനിന് നമ്മൾ ടാൻജന്റ് എന്നാണ് വിളിക്കുന്നത്. ടാൻജന്റ് ചുരുക്കി ടാൻ എന്ന് വിളിക്കും. അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ടാൻ എന്ന് പറയുന്നത് ഏത് ആംഗിൾ ആണോ എടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഓക്കെ, ടാന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ സി. അപ്പൊ ഇതിനെ നമുക്ക് ചുരുക്കി എങ്ങനെ എഴുതാം? ടാൻജന്റ് എന്നാണ് ഫുള്ളും ആയിട്ട് വിളിക്കേണ്ടത്. അതിന്റെ ഷോർട്ട് ടാൻ എന്നാണ്. ഓക്കെ, ടാൻ ഓഫ് ആംഗിൾ സി ഇസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ സി. നമുക്ക് ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? AB. അപ്പൊ AB ഇവിടെ എന്ത് വരും? AB ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൈനസ്. ഹൈപ്പോട്ടൈനസ് എന്ന് പറഞ്ഞാൽ ആരാണ്? BC ഇസിക്കൽ ടു അഡ്ജസന്റ് ഓഫ് ആംഗിൾ സി. ഇതിന്റെ അഡ്ജസന്റ് ഓഫ് ആംഗിൾ സി ഏതാണ്? ഈ വശമാണ്, ഈ ഒരു വശം. അപ്പൊ അതേതാണ്? AC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൈനസ്. ഹൈപ്പോട്ടൈനസ് എന്നാണ്? BC. ഇനി ടാന്റെ കേസ് വന്നാലോ? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി. ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? AB ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ സി. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്, അതെന്താണ്? AC. ഓക്കെ, ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ളത്, ബേസ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രി റേഷ്യോ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകണം. സൈന്റെ നേരെ തലതിരിച്ചിട്ടാൽ 1/sin. 1/sin എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? 1/sin എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ഓഫ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് അല്ലേ? അപ്പൊ 1 ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? 1 ഡിവൈഡഡ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്. ഈ ഡിവിഷൻ സിമ്പിൾ എന്താവും? നമുക്ക് ഇതിന് 1നെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഡിവിഷൻ സിമ്പിൾ ഇൻറ്റു ആവും, ഇതിന്റെ റെസിപ്രോക്കൽ വരും. അപ്പൊ ഹൈപ്പോട്ടൈനസ് മുകളിലും ഓപ്പോസിറ്റ് താഴെയും വരും. അപ്പൊ ഓപ്പോസിറ്റ് നേരെ നമുക്ക് താഴെയും ഹൈപ്പോട്ടൈനസ് നേരെ മുകളിലും വരും. ഹൈപ്പോട്ടൈനസ് ബൈ ഓപ്പോസിറ്റ്. അതായത് ഹൈപ്പോട്ടൈനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി ആണ് 1/sin ഓഫ് ആംഗിൾ സി എന്ന് പറയുന്നത്. അപ്പൊ 1/sin എന്ന് പറയുന്നതിന്റെ ഉള്ള മറ്റൊരു പേരാണ് കൊസീക്.
1/sin മറ്റൊരു പേരാണ് എന്തെന്ന് കൊസീക്ക്. അപ്പൊ ഈ ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൊസീക്ക്. കൊസീക്ക് ഓഫ് ആംഗിൾ സി. അപ്പൊ പുതിയൊരു റേഷ്യോ നമുക്ക് കിട്ടി കൊസീക്ക്. ഈ കൊസീക്ക് ആരുടേതാണ്? ഈ സൈനിന്റെ നേരെ തിരിച്ചുള്ളതാണ്. സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ കൊസീക്ക് എന്ന് പറയുന്നത് ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ്. അതായത് ഇതിനെ നമ്മൾ തിരിച്ചിട്ടാൽ കിട്ടുന്ന റേഷ്യോ ആണ് എന്ത്? കൊസീക്ക് എന്ന് പറയുന്നത്. ഈ കൊസീക്കിന്റെ ഒറിജിനൽ നെയിം കൊസീക്കന്റ് എന്നാണ്. ഞാൻ അതിവിടെ എഴുതാൻ പോവാണ്. കൊസീക്കന്റ്. കൊസീക്കന്റിന്റെ ഷോർട്ട് ആണ് കൊസീക്ക്. കൊസീക്കിന്റെ ഡെഫിനിഷൻ എന്താണ്? സൈനിന്റെ നേരെ ഓപ്പോസിറ്റ്. സൈൻ ഓപ്പോസിറ്റ് ആയി ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ ഇതിൻ്റെത് ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കൊസീക്കന്റിന്റെ ഡെഫിനിഷൻ ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇതെല്ലാം നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കണം. ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈപ്പോട്ടേനസ് എത്രയാണ്? BC ബൈ ഓപ്പോസിറ്റ് സൈഡ് AB എന്ന് കിട്ടും അല്ലെ? ഇതിന്റെ നേരെ തിരിച്ച് AB ബൈ BC ആണ് സൈൻ എങ്കിൽ BC ബൈ AB ആയിരിക്കും കൊസീക്ക്. അല്ലെങ്കിൽ 1/sin ആംഗിൾ C എന്നാണ് കൊസീക്ക് ഓഫ് ആംഗിൾ C എന്ന് പറയുന്നത് 1/sin ഓഫ് ആംഗിൾ C. ഇനി നമുക്ക് കോസ് റേഷ്യോ അറിയാം, അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെന്ന്. ഇതിനെ തിരിച്ചിട്ടാൽ ഏത് റേഷ്യോ കിട്ടും? ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് എന്ന് കിട്ടും അല്ലെ? ഹൈപ്പോ ഡിവൈഡഡ് ബൈ അപ്പോൾ നമ്മൾ ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് സൈഡ് ഓഫ് ആംഗിൾ സി ആണ് സീക്കന്റ്. എന്താണ്? സീക്കന്റ്. SECANT എന്ന് പറയുന്ന പുതിയ റേഷ്യോ. അതായത് കോസിന്റെ റേഷ്യോ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ അതിനെ നേരെ തിരിച്ചിട്ട ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസെന്റ് സൈഡ് ഓഫ് ആംഗിൾ സി എന്ന് കിട്ടും. അങ്ങനെയുള്ള അതിന്റെ റേഷ്യോ വിളിക്കുന്ന പേരാണ് സീക്കന്റ്. സീക്കന്റ് അല്ലെങ്കിൽ സീക്ക്. SCC. സീക്ക് എന്ന് ഷോർട്ട് ആയിട്ട് വിളിക്കാം. അപ്പൊ സീക്കന്റിന്റെ മനസ്സിലായല്ലോ? നേരെ കോസിന്റെ നേരെ തലതിരിച്ചിട്ടാണ്. കോസ് എന്ന് പറയുന്നത് അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ സീക്കന്റ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് സൈഡ് ഓഫ് ആംഗിൾ സി. അപ്പൊ നമ്മുടെ കോസിന്റെ നേരെ തിരിഞ്ഞുള്ളതല്ല സീക്കന്റ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? 1/cos ആംഗിൾ സി എന്ന് എഴുതാം. അപ്പൊ 1/cos ആണ് സീക്കന്റ്, 1/sin ആണ് കൊസീക്കന്റ് അല്ലെങ്കിൽ കൊസീക്ക് അല്ലെങ്കിൽ സീക്ക്. ക്ലിയർ ആയല്ലോ? അപ്പൊ സീക്ക് ഓഫ് ആംഗിൾ സി എന്ന് പറയുന്നത് ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് സൈഡ് ഓഫ് ആംഗിൾ സി. ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് എന്താണ്? BC ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? AC. നമ്മുടെ കോസിന്റെ ഡെഫിനിഷൻ എന്താണ്? AC ബൈ BC ആണെങ്കിൽ സീക്ക് എന്ന് പറഞ്ഞാൽ നേരെ തലതിരിച്ചുള്ളത് BC ബൈ AC എന്ന് കിട്ടും. അതായത് സീക്ക് എന്ന് പറയുന്നത് 1/cos ആണ്, 1/cos ഓഫ് ആംഗിൾ സി. ഓക്കെ. അപ്പൊ നമ്മൾ സൈൻ്റെതും അറിഞ്ഞു. സൈൻ്റെ കൊസീക്ക് ഓപ്പോസിറ്റ് കൊസീക്ക്, കോസിന്റെ ഓപ്പോസിറ്റ് സീക്ക്. ഇനി നമുക്ക് ടാൻ്റെ ഓപ്പോസിറ്റ് കൂടെ അറിയണം. എളുപ്പമാണ്. ടാൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് അല്ലേ? അപ്പൊ ഇതിനെ തിരിച്ചിട്ടാൽ അഡ്ജസെന്റ് സൈഡ് ബൈ അഡ്ജസെന്റ് ഓഫ് ആംഗിൾ സി ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. കോട്ടിന്റെ നെയിം എന്താണ്? കോട്ടാൻജന്റ്. കോട്ടാൻജന്റ്. ടാൻജന്റിന്റെ ഫ്രണ്ടിൽ ഒരു കോ ഇട്ട് കൊടുത്തത് കോട്ടാൻജന്റ്. അതുകൊണ്ട് ഇത് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ടാൻജന്റിന്റെ ഓപ്പോസിറ്റ് ആരെന്ന് ചോദിച്ചാൽ ടാൻജന്റ് ഇതാ കിടപ്പുണ്ട്. അപ്പൊ CO. അപ്പൊ കോട്ടാൻജന്റ്. കോട്ടാൻജന്റ് ആണ് ടാൻജന്റിന്റെ ഓപ്പോസിറ്റ്. സൈൻ്റെത് വന്നിട്ട് കൊസീക്ക്, കോസിന്റെ വന്നിട്ട് സീക്ക്. അപ്പൊ കോട്ടാൻജന്റിന് നമ്മൾക്ക് ഷോർട്ടായിട്ട് കോട്ട് എന്ന് എഴുതാം. കോട്ടാൻജന്റിന്റെ ഷോർട്ടാണ് കോട്ട്. അതിന്റെ ഡെഫിനിഷൻ അഡ്ജസെന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ടാൻജന്റിൻ്റെത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് ആണെങ്കിൽ അതിന്റെ നേരെ തിരിച്ചുള്ള അഡ്ജസെന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് ആണ് കോട്ടാൻജന്റ്. ക്ലിയർ ആയല്ലോ? അതായത് 1/tan ആംഗിൾ സി. അപ്പൊ 1/tan ആണ് എന്തൊരു കോട്ടാൻജന്റ്. ക്ലിയർ ആയല്ലോ? അപ്പൊ കോട്ടിന്റെ ഡെഫിനിഷൻ എന്താണ്? കോട്ട് ഓഫ് ആംഗിൾ സി എന്ന് പറയുന്നത് അഡ്ജസെന്റ് സൈഡ് ഓഫ് ആംഗിൾ സി ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി. അഡ്ജസെന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്.
അഡ്ജസന്റ് സൈഡ്, ആംഗിൾ സിയുടെ അഡ്ജസന്റ് സൈഡ് ആരാണ്? എ സി. ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എ ബി. അതായത് 1/tan ഓഫ് ആംഗിൾ സി ആണ് എന്തെന്ന് പറയുന്നത്? കോട്ട് ഓഫ് ആംഗിൾ സി. അപ്പൊ ഇനി നിങ്ങൾക്ക് 1/sin വന്നിട്ട് കൊസീക്ക് ആവുകയാണെങ്കിൽ 1/cosec എന്തായി മാറും? സൈനായി മാറും, സൈനായിട്ട് മാറും. അതുപോലെ 1/cos സീക്കാണെങ്കിൽ 1/sec എന്താവും? കോസ് ആവും. 1/tan കോട്ട് ആവുകയാണെങ്കിൽ 1/cot എന്തായി മാറും? ടാൻ ആയിട്ട് മാറും. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ നിങ്ങൾ എഴുതി പഠിച്ചു വെച്ചേക്കണം. ഈ 6 റേഷ്യോകളാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസുകൾ. ഇമ്പോർട്ടൻസ് ആണ്. ഇതിന്റെ എല്ലാ ഡെഫിനിഷനും ഒന്നുകൂടെ പറയാം. സൈൻ എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. കോസ് എന്ന് പറയുന്നത് ആ ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ടാൻ എന്ന് പറയുന്നത് ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇനി സൈൻ്റെ നേരെ 1/sin ആണ് എന്തെന്ന് പറയുന്നത്? കൊസീക്ക്. അതായത് സൈൻ്റെ റേഷ്യോ തിരിച്ചിടുക, തല തിരിച്ചിടുക. സൈൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ കൊസീക്കിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇനി സീക്ക് എന്ന് പറയുന്നത് കോസിന്റെ നേരെ തല തിരിച്ചുള്ളത്. 1/cos ആണ് സീക്ക് എന്ന് പറയുന്നത്. അപ്പൊ കോസിൻ്റെത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ സീക്ക് എന്ന് പറയുന്നത് ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നായിരിക്കും. ഇനി ടാൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ആ ടാനിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് കോട്ട എന്ന് പറയുന്നത്. കോട്ട അപ്പൊ എന്താവുക? അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് കിട്ടും. അപ്പം ഈ 6 റേഷ്യോ നന്നായിട്ട് നിങ്ങൾ ബേസ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രിഗ്നോമെട്രി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അടുത്ത് നമുക്ക് ഇത് വെച്ചിട്ടുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസുകളൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുവിധം നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ട്രിഗ്നോമെട്രിക് എന്നുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗിവൺ tan A equal to 4/3, find the other trigonometric ratios of the angle A. എന്ന് പറയുന്ന ട്രയാങ്കിൾ, റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിളിലെ എന്ന് പറയുന്ന ആംഗിളിന്റെ ടാൻ എയുടെ റേഷ്യോ ആണ് 4/3 എന്നുള്ളത്. അപ്പം ബാക്കിയുള്ള എന്താണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്തൊക്കെ ട്രിഗ്നോമെട്രിക് റേഷ്യോ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ആദ്യം എന്താണ്? സൈൻ ഉണ്ട്, കോസ് ഉണ്ട്, പിന്നെ ടാൻ ഉണ്ട്, സീക്ക് ഉണ്ട്, കൊസീക്ക് ഉണ്ട്, കോട്ട് ഉണ്ട്. ഇങ്ങനെ ഇത്രയും ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഉണ്ട്. ഈ ഇത്രയും ട്രിഗ്നോമെട്രിക് റേഷ്യോസുകൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിനൊരു ക്ലൂ ആയിട്ട് തന്നിരിക്കണം. ടാൻ എയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4/3 എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഞാൻ എന്താ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന് ഞാൻ പേര് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ എ ആണ് എന്താണ്? ടാൻ എ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന ആംഗിൾ ഞാൻ ഇത് എടുക്കുകയാണ്. ഇത് ബി, ഇത് സി. അപ്പൊ എ എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ ടാൻ വാല്യൂ റേഷ്യോ ആണ് തന്നിരിക്കണം. അപ്പൊ നമുക്ക് തരുന്ന ട്രിഗ്നോമെട്രിയുടെ ഡെഫിനിഷൻ ആദ്യം എഴുതണം. ആദ്യം നമുക്ക് എന്ത് എഴുതാം? ടാൻ എ ഇസ് ഈക്വൽ ടു, ടാന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആര്? എ. ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ എ. ആ ആംഗിൾ എയുടെ അഡ്ജസന്റ് സൈഡ്, അതാണ് ടാൻ എയുടെ മീനിങ്. ടാൻ എയുടെ റേഷ്യോ എന്ന് പറയുന്നത് ആ എ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ്. അപ്പൊ ഈ ട്രയാങ്കിൾ എ എന്ന് പറയുന്ന ആംഗിൾ ഇതാ കിടക്കണം. എ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത് അല്ലെ? ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഇത്. അപ്പൊ ആരാണ് ഓപ്പോസിറ്റ് സൈഡ്? ബി സി അല്ലെ? ഈ ബി സി ആണ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ എ. ആംഗിൾ എയുടെ അഡ്ജസന്റ് സൈഡ് ഇതാണ്. ഇത് വന്നിട്ട് ഹൈപ്പോട്ടേനസ് ആണ്, ഏറ്റവും വലിയ സൈഡ്, അല്ലെങ്കിൽ 90 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എപ്പോഴും ഹൈപ്പോട്ടേനസ് ആണ്, അഡ്ജസന്റ് സൈഡ് അല്ല. അതുകൊണ്ട് എയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്, ബി എ ആണ് അഡ്ജസന്റ് സൈഡ്, അല്ലെങ്കിൽ എ ബി ആണ് അഡ്ജസന്റ് സൈഡ്. ഇതിന്റെ റേഷ്യോ ആണ് 4/3 ഇസിക്കൽ ടു 4/3. അപ്പൊ ബി സിയുടെ റേഷ്യോ 4, എ ബിയുടെ റേഷ്യോ 3. അപ്പൊ ബി സി എന്ന് പറയുന്നത് 4. ഇപ്പൊ ഇത് റേഷ്യോ ആണ്, മനസ്സിലാവണുണ്ടോ? ഒറിജിനൽ വാല്യൂ അല്ല, അതായത് ബി സിയുടെ ടോട്ടൽ ലെങ്ത് അല്ല ഈ 4 എന്ന് പറയുന്നത്. 4 ഈസ് ദ റേഷ്യോ.
3 ഈസ് ദ റേഷ്യോ. അതായത് ഫോർ എക്സാമ്പിൾ ഇതിപ്പോ 4ന്റെ സ്ഥാനത്ത് 8ഉം 3യുടെ സ്ഥാനത്ത് ഞാൻ 6ഉം എഴുതണം. അപ്പൊ മേ ബി ഒറിജിനൽ ലെങ്ത് 8ഉം 6ഉം ആണെന്ന് വിചാരിക്കാം. നമുക്ക് ഇതിനെ വീണ്ടും ഈ ഫ്രാക്ഷനെ വീണ്ടും ചെറുതാക്കാം. 2ന്റെ ടേബിളിൽ 8നെ നമുക്ക് 4 ടൈംസ് ചെയ്യാൻ പറ്റും. 6ന് നമുക്ക് 2 കൊണ്ട് 3 ടൈംസ് ചെയ്യാൻ പറ്റും. അപ്പൊ 4/3 എന്ന് കിട്ടിക്കഴിഞ്ഞില്ല. അപ്പൊ സത്യത്തിൽ ഇതായിരിക്കില്ല ഒറിജിനൽ ലെങ്ത്. ഒറിജിനൽ ലെങ്ത് ഇതല്ലേ, അല്ലെങ്കിൽ ഇതിന്റെ വേറെ ഒന്നായിരിക്കും. അപ്പൊ ഏതോ ഒരു ലെങ്തും രണ്ട് ലെങ്തുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തതിന്റെ ഫൈനൽ വാല്യൂ ആണ് ഈ 4/3 എന്ന് പറയുന്നത്. സോ ഒറിജിനൽ വാല്യൂ എത്ര? ചിലപ്പോൾ 8 ആവാം, മനസ്സിലാവുന്നുണ്ടോ? 8ഉം 6ഉം ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ 14/30. 14/13ഉം 4/3 ആവത്തില്ലേ? നമുക്ക് ഈ 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്താവും? 4/3 എന്ന് പറയുന്ന റേഷ്യോയിലോട്ട് പോകത്തില്ലേ? അപ്പൊ ഏതോ ഒരു വാല്യൂവിന്റെ റേഷ്യോ ആണ് ഈ 4/3 എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് 4ന് 4k എന്ന് എടുക്കാം. അതായത് ബി സിയുടെ നീളം, ഈ ബി സി എന്ന് പറയുന്നത് 4 അല്ല, 4ന്റെ കൂടെ ഇതുപോലെ ഇപ്പൊ 4 × 10 14 വന്നതുപോലെ ഏതോ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ട്. അപ്പൊ 4k. അതുപോലെ ബി എ എന്ന് പറയുന്നത്, എ ബി എന്ന് പറയുന്നതാണ് താഴത്തെ റേഷ്യോ 3 അല്ല, ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് 3k. അതായത് ഈ 13 പോലെ ഏതോ ഒരു വാല്യൂ ആയിരിക്കണം. നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 4/3 അല്ലെ? ഒരു സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 4/3. ഇത് ക്ലിയർ ആയല്ലോ 4k 3k എങ്ങനെ വന്നു എന്നുള്ളത്. ഇനി നമുക്ക് എന്താണ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് ഇത് കണ്ടുപിടിക്കും. ഇതെന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടേനസ് അല്ലേ? ഹൈപ്പോട്ടേനസ് ആണ് എ സി. എ സി ഈസ് ദ ഹൈപ്പോട്ടേനസ്. നമ്മുടെ പൈതഗോറസ് തിയറം എന്താണ് പറയുന്നത്? ഹൈപ്പോട്ടേനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. ബേസ് ആരാണ്? ബി എ. ഇപ്പൊ ബി എ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഈ പെർപെൻഡിക്കുലർ ലൈനാണ് ആൾട്ടിറ്റ്യൂഡ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു തന്നു പൈതഗോറസ് തിയറം ഇല്ല. അപ്പൊ സ്ക്വയർ ഈക്വൽ ടു, ഈ സ്ക്വയർ ഇപ്പുറത്തേനും എന്താവും? റൂട്ട് ആവുമെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ ഈസിക്കൽ ടു റൂട്ട് ഓഫ് എ ബി എ സ്ക്വയർ. ബി എന്ന് പറയുന്നത് ആരാണ്? 3k. അപ്പൊ 3kയുടെ സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ബി സി എന്ന് പറയുന്നത് ആരാണ്? 4k. 4kയുടെ സ്ക്വയർ ഈസിക്കൽ ടു റൂട്ട് ഓഫ് 3യുടെ സ്ക്വയർ 9. 3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 3 × 3 എന്നാണ്. അപ്പൊ എത്ര? 9. കെയുടെ സ്ക്വയർ k raised to 2, k സ്ക്വയർ അത് വെച്ചാൽ k × k എന്നാണ്. അപ്പൊ 3യുടെ സ്ക്വയർ 3 സ്ക്വയർ 9, kയുടെ സ്ക്വയർ k സ്ക്വയർ. ഇനി പ്ലസ് 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 4നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 4നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്ത് എത്ര കിട്ടും? 16. അപ്പൊ 16 ആണ് 4ന്റെ സ്ക്വയർ. ഇനി kയുടെ സ്ക്വയർ k സ്ക്വയർ, which implies ഇപ്പൊ 9k സ്ക്വയറും 16k സ്ക്വയറും കൂടെ കൂട്ടിയാൽ മൊത്തം എത്ര k സ്ക്വയർ ഉണ്ട്? 16k സ്ക്വയറിന്റെ കൂടെ ഒരു 9k സ്ക്വയറും കൂടെ കൂട്ടിയാൽ മൊത്തം എത്ര k സ്ക്വയർ ഉണ്ട്? 25k സ്ക്വയർ ഉണ്ട്. എന്നിട്ട് എന്താണ്? റൂട്ട് ഉണ്ട്. അതെടുത്ത് 25 എന്ന് പറയുന്നത് 25ന്റെ റൂട്ട് എത്രയാണ്? 5 ആണ് അല്ലെ? 25ന്റെ റൂട്ട് 5 ആണ്. എന്തുകൊണ്ട്? 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പൊ 25ന്റെ റൂട്ട് 5. കെയുടെ സ്ക്വയർ ആണ് k സ്ക്വയർ. അപ്പൊ k സ്ക്വയറിന്റെ റൂട്ട് k. ഓക്കെ, ഇപ്പൊ 5k ആണ് എവിടെ? ഈ ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് 5k ആണ് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം നമുക്ക് മറ്റുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പൊ ഓരോ സൈഡിന്റെ റേഷ്യോ അറിയണമെങ്കിൽ ഹൈപ്പോട്ടേനസ് വേണം. സൈഡിന്റെ റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് എന്നാണ്. അപ്പൊ ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഹൈപ്പോട്ടേനസ് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ആദ്യമേ ഹൈപ്പോട്ടേനസ് കണ്ടുപിടിക്കുക. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഓരോന്നിന്റെ റേഷ്യോസുകൾ എഴുതാം. ടാന്റെ റേഷ്യോ ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് സൈൻ്റെ എഴുതാം. സൈൻ എ എഴുതാം. സൈൻ ആംഗിൾ എ എന്ന് പറയുന്നത്, സൈൻ എന്ന് പറയുന്ന എ എന്ന് പറയുമ്പോൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് അല്ലെ? സൈനിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ, ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് ബി സി. ബി സി ബൈ ഹൈപ്പോട്ടേനസ്. ഹൈപ്പോട്ടേനസ് എന്ന് പറഞ്ഞാൽ എ സി ഇസിക്കൽ ടു ബി സിയുടെ അളവ് എത്രയാണ്? 4k. എ സിയുടെ അളവാണെങ്കിലോ 5k. ഈ കെയും കെയും കട്ടാവും. പിന്നെ ആരേ ഉള്ളൂ? 4/5 എന്ന് കിട്ടും. ഈ കെയും കെയും
മുകളിലും താഴെ സെയിം ആയിട്ടുള്ള വാല്യൂ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് സൈൻ്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. ഇനി കോസിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. കോസ് ആംഗിൾ എയുടെ റേഷ്യോ എന്ന് പറയുന്നത്, കോസിന്റെ ഡെഫിനിഷൻ എന്താണ്? അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് എന്നാണ്. അപ്പൊ ആംഗിൾ എയുടെ അഡ്ജസെന്റ് സൈഡ് ബൈ ആംഗിൾ ഹൈപ്പോട്ടേനസ്. ഇപ്പം അഡ്ജസെന്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനസ്. അപ്പൊ ആംഗിൾ എയുടെ അഡ്ജസെന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് ഹൈപ്പോട്ടേനസ് ആണ്. ഇതാണ് അഡ്ജസെന്റിൽ കിടക്കുന്നത്. ഈ എ എന്ന ആംഗിളിന്റെ അഡ്ജസെന്റിൽ കിടക്കുന്ന ലൈൻ ഇതാണ് എ ബി. അപ്പൊ എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനസ് ആരാണ്? എ സി. ഫിസിക്കൽ ടു എ ബിയുടെ അളവ് എത്രയാണ്? എ ബിയുടെ അളവ് 3K ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനസ് 5K. കെയും കെയും കട്ടാവും. പിന്നെ 3/5 ആണ് ആരുടെ റേഷ്യോ? കോസ് എയുടെ റേഷ്യോ. അപ്പൊ സൈനും കോസും ടാനും ആയി. ഇനി 3 റേഷ്യോസ് ഉണ്ട്: സീക്ക്, കൊസീക്ക്, കോട്ട്. അപ്പൊ സീക്ക് അല്ലെങ്കിൽ കൊസീക്ക് എങ്ങനെ എഴുതാം? കൊസീക്ക് എ എന്ന് പറയുന്നത് സൈൻ്റെ നേരെ തിരിച്ചുള്ളതാണ്. സൈൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ കൊസീക്ക് എന്ന് പറയുന്നത് ഇതിനെ തിരിച്ചിട്ട് പറയാം. അപ്പൊ ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. അപ്പൊ ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് ഓഫ് ആംഗിൾ എ ഫിസിക്കൽ ടു എന്താണ്? ഹൈപ്പോട്ടേനസ് എത്രയാണ്? 5K. ഓപ്പോസിറ്റ് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് 4K. അപ്പൊ കെയും കെയും ക്യാൻസൽ ആവും. 5/4 എന്ന് കിട്ടും. ഇനി കൊസീക്ക് നമ്മളിപ്പോ സൈൻ്റെ ഈ റേഷ്യോ തിരിച്ചിട്ടല്ലോ. അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലും കണ്ടുപിടിക്കാം. 1/sin. കൊസീക്കിന്റെ വേറൊരു ഡെഫിനിഷൻ ആണ് 1/sin. എന്തുകൊണ്ട് 1/sin എന്നുള്ളത്? നേരെ സൈൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസിന് പകരം തിരിച്ച് ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ്. അതായത് സൈനിനെ നമ്മൾ 1 എടുത്തു കഴിഞ്ഞാൽ കൊസീക്ക് ആവും. അതായത് 1 എന്താണ്? സൈനയുടെ വാല്യൂ എത്രയാണ്? 4/5 അല്ലേ. 4/5 അല്ലേ സൈനയുടെ വാല്യൂ. അതിന് നമ്മൾ തിരിച്ചിട്ട് എന്താവും? 5/4 എന്ന് കിട്ടും. അത് തന്നെയാണ് ഇവിടെയും കിട്ടിയത്. കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. കൊസീക്ക് എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ എഴുതിയിട്ട് അത് എഴുതാം. റേഷ്യോയുടെ ഡെഫിനിഷൻ എഴുതി ചെയ്യാം. അല്ലെങ്കിൽ 1/sin എന്ന് എഴുതിയാലും കൊസീക്കയുടെ വാല്യൂ കിട്ടും. ഇനി അടുത്ത് നമുക്ക് സീക്ക് എ കണ്ടുപിടിക്കാം. സീക്ക് എന്ന് പറയുന്നത് എന്താണ്? സീക്കയുടെ ഡെഫിനിഷൻ കോസിന്റെ നേരെ തിരിച്ച്. കോസിന്റെ എന്ന് പറയുന്നത് അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ സീക്ക് ഇതിന്റെ നേരെ തിരിച്ച് ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസെന്റ് സൈഡ്. ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസെന്റ് സൈഡ് ഓഫ് ആംഗിൾ എ. ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടേനസ് ആരാണ്? എ സി ബൈ അഡ്ജസെന്റ് സൈഡ്. എയുടെ അഡ്ജസെന്റ് സൈഡ് എന്താണ്? എ ബി. ഹൈപ്പോട്ടേനസിന്റെ വാല്യൂ 5K, അഡ്ജസെന്റിന്റെ വാല്യൂ 3K. അത് എന്താവും? കെയും കെയും കട്ടാവുമ്പോൾ എന്താവും? 5/3 എന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ സീക്ക് എ എന്ന് പറയുന്നത് എന്താണ്? ഈ കോസിന്റെ നേരെ തിരിച്ചുള്ളതല്ലേ. അതുകൊണ്ട് 1/cos A ആണ് സീക്ക് എ എന്ന് പറയുന്നത്. സീക്ക് എന്ന് പറയുന്നത് 1/cos A. ഓക്കെ. സീക്കിന്റെ മറ്റൊരു ഡെഫിനിഷൻ ആണ് 1/cos A. അതായത് 1/കോസിന്റെ വില. കോസിന്റെ വില എത്രയാണ് കിട്ടിയത്? കോസ് വന്നിട്ട് 3/5 ആണ്. 1/3/5. 1/കോസിന്റെ വാല്യൂ 3/5. അപ്പൊ 1 വരുമ്പോ ഇതിനെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കും. അതായത് 5 മോഡിലും വരും, 3 താഴെയും വരും. അപ്പൊ 5/3 എന്ന് കിട്ടും. അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. അപ്പൊ ഇങ്ങനെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 1/cos A എന്ന് പറയുന്നത് സീക്കയുടെ വാല്യൂ ആണ്. അതുകൊണ്ട് സീക്കയ്ക്ക് നമുക്ക് 1/cos A എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ സൈൻ, കോസ്, ടാൻ, കോസീക്ക്, സീക്ക്. ഇനി ഒരാൾ കൂടെ ഉണ്ട്, കോട്ട്. കോട്ട് എ. കോട്ട് എന്ന് പറയുന്നത് ടാനിന്റെ നേരെ തലതിരിച്ചുള്ളത്. ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് ആണെങ്കിൽ കോട്ട് എന്ന് പറയുന്നത് അഡ്ജസെന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസെന്റ് ഓഫ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് ഓഫ് ആംഗിൾ എ ഇസിക്കൽ ടു അഡ്ജസെന്റ് ഓഫ് ആംഗിൾ എ. അപ്പൊ ആംഗിൾ എയുടെ അഡ്ജസെന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എ ബി ബൈ ഓപ്പോസിറ്റ് ഓഫ് ആംഗിൾ എ. ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ഇതാണ്. അപ്പൊ ബി സി. എ ബിയുടെ വില 3K, ബി സിയുടെ വാല്യൂ 4K. കെയും കെയും കട്ടാവും. ബാക്കി എത്രയുണ്ട്? 3/4.
അല്ലാന്നുണ്ടെങ്കിൽ ഓർ എങ്ങനെ ചെയ്യാം? കോട്ട് എന്ന് പറയുന്നത് ഈ ടാനിന്റെ നേരെ തിരിച്ചുള്ളതല്ല കോട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ 1/tan A ആണ് കോട്ട് എന്ന് പറയുന്നത്. 1/tan A is equal to 1/tan A. tan യുടെ വാല്യൂ എത്രയാണ്? 4/3 ആണ്. is equal to 4/3. ഇത് തിരിച്ചിടുമ്പോ, അതായത് ഇത് എങ്ങനെ തിരിച്ചിടുന്നു വെച്ചാൽ ഈ 1 ഈ സിമ്പിളിന്റെ മീനിങ് എന്താണ്? ഡിവിഷൻ. ഡിവൈഡഡ് ഓഫ് 4/3. ക്ലിയർ ആയോ? 1 ഡിവൈഡഡ് ഓഫ് 4/3 എന്ന് വെച്ചാൽ 1 ഈ ഇതിന്റെ ഡിവൈഡഡ് ഓഫ് 4/3. അപ്പൊ ഈ 1 ഡിവൈഡഡ് ഓഫ് 4/3 is equal to 1. ഈ ഡിവിഷന്റെ സിമ്പിൾ എന്താവും? മൾട്ടിപ്പിൾ ആവും. ഈ ഡിവിഷൻ എന്തായി മാറും? മൾട്ടിപ്പിൾ ആവും. ഇത് മൾട്ടിപ്പിൾ ആവുമ്പോഴത്തേക്ക് ഇത് എന്താവണം? റെസിപ്രോക്കൽ എടുക്കണം. 4/3 എന്നുള്ളത് 3/4 ആവും. ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും. ഈ ഡിനോമിനേറ്റർ മുകളിലും പോവും, ഈ ന്യൂമറേറ്റർ താഴെയും വരും, ഡിനോമിനേറ്ററായി മാറും. ഇതാണ് റെസിപ്രോക്കൽ. തിരിച്ചിടുക. അപ്പം ഡിവിഷൻ എന്തായി? മൾട്ടിപ്ലിക്കേഷൻ ആയി. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയി. ഇതിനോട് നമ്മൾ റെസിപ്രോക്കൽ എടുക്കണം. എടുത്തിട്ട് ഇൻറ്റു ചെയ്താൽ മതി. 1 × 3 3/4. ഓക്കെ, ഈ 3യും ഈ 1 ഇൻറ്റു ചെയ്ത് മേളിൽ എഴുതുക, ഡിവൈഡഡ് ബൈ 4 എഴുതുക. അപ്പൊ ഇതാണ് നമ്മുടെ കോട്ടയുടെ വാല്യൂ. കോട്ടയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയത് 3/4 തന്നെ. ഇങ്ങനെ ചെയ്താൽ കിട്ടുന്നത് 3/4 തന്നെ. അപ്പൊ ഈസി അല്ല. അപ്പൊ ഈ ഒരു റേഷ്യോ ഇതും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോണം. കൊസീക്ക എന്ന് പറയുന്നത് 1/sin A, CK എന്ന് പറയുന്നത് 1/cos A, കോട്ട എന്ന് പറയുന്നത് 1/tan A. അങ്ങനെയും നിങ്ങൾക്ക് ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയും റേഷ്യോ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്നതാണ്. ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ തന്നിട്ട് ബാക്കിയുള്ളതിന്റെ ട്രിഗ്നോമെട്രിക് റേഷ്യോ കണ്ടുപിടിക്കാൻ പറയും. അപ്പം ആ റേഷ്യോ എന്താണെന്ന് നോക്കണം. ഹൈപ്പോട്ടൈനസും ഓപ്പോസിറ്റും ആണോ പറയുന്നത്, അത് അഡ്ജസന്റും ഓപ്പോസിറ്റും ആണോ പറയുന്നത്, അങ്ങനെയുള്ളത്. അത് നമുക്കൊരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റേഷ്യോകൾ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് എന്താണ് പൈതോറസ് തിയറം യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമുക്ക് സൈനിന്റെ റേഷ്യോ ആണ് തന്നിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടൈനസേ കാണത്തുള്ളൂ. അപ്പൊ ബേസ് ഇല്ല, അഡ്ജസന്റ് ഇല്ല. അഡ്ജസന്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ ട്രയാങ്കിളിലെ ബേസ് കണ്ടുപിടിക്കുക, പൈതോറസ് തിയറം അപ്ലൈ ചെയ്ത് ഹൈപ്പോട്ടൈനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്ത് നമ്മൾ ആ ബേസ് കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോ കാണും. അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ കാണാം. ഇത് ട്രിഗ്നോമെട്രിയെ കുറിച്ച് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ശരി, താങ്ക് യു.